സുമനസുകളുടെ സഹായത്താൽ കാഞ്ഞിരമറ്റം മന്ദാരത്ത് നിർമ്മിച്ച ഭവനത്തിന്റെ താക്കോൽദാന ചടങ്ങ് രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി മാധവൻ അധ്യക്ഷത വഹിച്ച യോഗം MLA അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ദൗത്യവും ഉത്തരവാദിത്തങ്ങളെയും 100% സത്യസന്ധമായി നിർവഹിക്കുവാൻ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ശ്രീ PT തോമസ്. അദ്ദേഹം MP ആയും MLA ആയും അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ സംഘടനാ സ്ഥാനങ്ങൾ വഹിച്ചും ഒക്കെ മുമ്പോട്ട് പോയ കാലഘട്ടങ്ങൾ നമുക്കൊക്കെ അറിവുള്ളതാണ്. അവിടെയെല്ലാം വളരെയേറെ ശക്തമായ സാന്നിധ്യം അദ്ദേഹം എപ്പോഴും മുമ്പോട്ട് വെച്ചിരുന്നു. അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടിയിലും മുന്നണിക്കും വളരെ കെട്ടുറപ്പോടെ മുമ്പോട്ട് പോകാൻ അടിത്തറ പാകുവാൻ കഴിഞ്ഞ ഒരു നേതാവായിരുന്നു PT എന്നതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതെല്ലാം വളരെ കൃത്യതയോടെ ആയിരുന്നു. അത് വളരെ ഷാർപ്പായിരുന്നു. അദ്ദേഹം അപ്രിയമായ സത്യങ്ങൾ അത് വിളിച്ചു പറഞ്ഞിരുന്നു. അത് ഏത് തരത്തിൽ തിരുത്തേണ്ട മേഖലകൾ അതെവിടെയാണെങ്കിലും ആരോടാണെങ്കിലും തിരുത്തേണ്ടതാണെങ്കിൽ നിങ്ങൾ തിരുത്തണമെന്ന് സധൈര്യം മുഖത്ത് നോക്കി പറയുവാൻ കഴിഞ്ഞിരുന്ന ആർജവമുള്ള ഒരു നേതാവ് PT ആയിരുന്നു എന്നത് ഇന്ന് വർത്തമാനകാലത്ത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വസ്തുതയാണ്. കുഞ്ഞിക്കിളിക്കൊരു വീട് എന്ന പദ്ധതിയുടെ ഭാഗമായി PT തോമസിന്റെ സ്മരണാർത്ഥം കാഞ്ഞിരമറ്റത്ത് നിർമ്മിച്ച ഭവനത്തിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നു. കാഞ്ഞിരമറ്റം മന്ദാരത്ത് 5-ാം വാർഡിൽ ഗീതയ്ക്കും കുട്ടികൾക്കുമായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാന ചടങ്ങാണ് നടന്നത്. തിങ്കളാഴ്ച വൈകിട്ട് കാഞ്ഞിരമറ്റം ശക്തികാവ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു തോമസ് സ്വാഗതം ആശംസിച്ചു. നമുക്കറിയാം, പ്രളയത്തെ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായി, ഒട്ടേറെ വീടുകൾ നഷ്ടപ്പെട്ടു. നമ്മുടെ നാടിൽ വളരെയധികം പ്രതിസന്ധികൾ നിറഞ്ഞൊരു കാലഘട്ടമായി. ശിവദാസിന്റെ വീട് വെച്ചു കൊടുക്കണമെന്ന് എന്നോട് ആദ്യമായി ആവശ്യപ്പെട്ടത് എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായ ശ്രീ MS ഹമീദ് കുട്ടിയായി. അദ്ദേഹത്തിന് ആ വീട് വെച്ചു കൊടുക്കുവാനായിട്ട് ഒരു പുഴയുടെ തീരത്താണ് അദ്ദേഹം വീടുണ്ടായിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ തീരദേശ പരിപാലന നിയമം അനുസരിച്ച് വീണ്ടും അവിടെ വീട് നിർമ്മിക്കുവാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല. തുടർന്ന് എൻ്റെ സുഹൃത്തും എൻ്റെ സഹപ്രവർത്തകനുമെല്ലാമായിരുന്ന BB ഹൗസിലെ ബിനു ചാക്കോ 5 സെന്റ് സ്ഥലം നൽകുകയും അങ്ങനെ ആദ്യമായി അവിടെ അദ്ദേഹത്തിന് ഒരു വീട് വയ്ക്കുന്നതിന് വേണ്ട പരിപാടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. വീട് വെച്ച് കൊടുക്കുന്നതിനേക്കാളും വലിയൊരു മഹൽക്കർമ്മം വേറെ ഇല്ല. കാരണം ഭവനരഹിതമായ അനേകം ആളുകൾ നമ്മൾ കാണാം. എറണാകുളത്തൊക്കെ പോകുമ്പോൾ ആ മെട്രോയുടെ തൂണുകളുടെ ഇടയിൽ ഇന്നും വൈകുന്നേരങ്ങളിൽ അന്തി ഉറങ്ങുന്ന പലരെയും നമുക്ക് കാണാം. അങ്ങനെ ഒരാളും ഉണ്ടാകരുത് എന്ന ചിന്ത പലർക്കും ഉണ്ടെങ്കിൽ തന്നെ അതിനോട് അനുബന്ധിച്ച് വരുമ്പോൾ അതൊന്നും ചെയ്തു കൊടുക്കാൻ പലർക്കും സാധിക്കുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബിജു തോമസ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ MLAയോട് ചോദിച്ചു, MLA ഇങ്ങനെ ഒരു രമേശ് വരുന്ന ഒരു പരിപാടിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ MLAയ്ക്കും ഒരു അത്ഭുതം. MLA പറഞ്ഞു, ഞാനും MLA ആയിട്ട് ഇരുന്നിട്ട് പോലും. അനിത ടീച്ചർ, ബിന്ദു സജീബ്, ജയശ്രീ പത്മാകരൻ, R ഹരി, TK മോഹനൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. ആമ്പല്ലൂർ വാർഡ് മെമ്പർ ജലജ മണിയപ്പൻ യോഗത്തിൽ നന്ദി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള.